ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു പച്ചടി ഉണ്ടാക്കിയാലോ? ഇതുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ വേറെ ഒന്നും വേണ്ട കേട്ടോ. ഒരു വെള്ളരിക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതിനെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെറുങ്ങനെ കട്ട് ചെയ്ത് നമുക്കൊരു ചട്ടിയിലേക്ക് ഇത് കഴുകിയിടാം കേട്ടോ. പച്ചമുളക് 3-4 പച്ചമുളക്, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, അധികം വെള്ളം ഒഴിക്കേണ്ട കേട്ടോ. അപ്പം പിന്നെ കാന്താരി ഉണ്ടെങ്കിൽ കാന്താരിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ 2 കാന്താരിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല മണം ഉണ്ടാകും കേട്ടോ. കാന്താരി ഇല്ലാത്തതുകൊണ്ട് പച്ചമുളക് ഇട്ട് എന്നേ ഉള്ളൂ കേട്ടോ. അപ്പം കുറച്ച് വെള്ളം ഒഴിക്കാൻ മാത്രമേ, അധികം വെള്ളം ഒഴിക്കരുത് കേട്ടോ. അപ്പം നമുക്കിത് വേവുന്ന ആ ഒരു സമയത്തേക്ക് നമുക്ക് നമ്മുടെ പച്ചടിക്ക് വേണ്ടിയുള്ള മറ്റു കാര്യങ്ങളൊക്കെ റെഡിയാക്കാം കേട്ടോ. തേങ്ങ മാത്രം അരക്കുകയാണ് ചെയ്യുന്നത്. തേങ്ങ നല്ലോണം ഒന്ന് അരച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് 1 കപ്പ് തൈര് ഒഴിക്കാം ഇതിലേക്ക് കേട്ടോ. അതും റെഡിയാക്കി വെക്കാം. ഇതൊക്കെ പിന്നെ ഒരു ചൂടാക്കൽ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഇതിങ്ങനെയാണ് റെഡിയാക്കുന്നത്. നല്ല കറിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇതിന് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കടുക് ഒന്ന് ചതച്ചിട്ട് അതിലേക്ക് ഇടണം. അതെന്തായാലും മസ്റ്റായിട്ട് ഇടണം കേട്ടോ. എൻ്റെ പ്രധാന ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് പറയുക. ഇത് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പം നമ്മുടെ ഈ വെള്ളരിക്ക നമുക്ക് വെന്തോന്ന് നോക്കാം കേട്ടോ. ഒരുവിധം വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ കുറച്ചും കൂടി വെള്ളം ഉള്ളത് കൊണ്ട് പിന്നെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത്രയും വെള്ളം വേണ്ട, അപ്പോൾ പച്ചടി വെറും വെള്ളമായി പോകും. അപ്പം നമുക്കൊന്ന് അതൊന്ന് വറ്റിച്ച് എടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് തണിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നമ്മുടെ റെഡിയാക്കി വെച്ച കൂട്ടിലേക്ക് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം കണ്ടോ, ഇത് നല്ലോണം വെന്തിട്ടുണ്ട്. തണിയണം, പക്ഷേ ഇത് കുറച്ച് തണിയൽ കുറവാണ് കേട്ടോ. കാരണം വെച്ചാൽ പെട്ടെന്ന് ലേറ്റായി പോയതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കുന്നതാണ്. ഇത് തണിയുമ്പോൾ എന്ന് പറഞ്ഞാൽ 3-4 ദിവസമായാലും അങ്ങനെ കേട് വരത്തില്ല കേട്ടോ. ഇതിപ്പോൾ തണിയുന്നില്ലെങ്കിൽ നാളേക്ക് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ 3-4 ദിവസം ഉണ്ടാക്കി റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് തണിഞ്ഞിട്ട് എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് അതിന് വേണ്ടിയിരുന്ന കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊടി നമുക്കൊരു താളിപ്പ് മാത്രമേ ഇനി ആവശ്യമുള്ളൂ കേട്ടോ. കടുക് പൊട്ടിച്ച് കുറച്ച് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും ഒക്കെ ഇട്ട് താളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.